ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഉണ്ടല്ലോ, ഒരു 500 ചെറിയുള്ളി വെച്ചിട്ട് നമുക്കൊരു കിടിലൻ ഉള്ളി ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് പെട്ടെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും കുറച്ച് പിരിയമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് എരിവിനനുസരിച്ചാണ്. ഈ മുളക് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ടാലും മതി. ഞാൻ ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത്. ഇതാ കണ്ടോ, ഒന്നോ രണ്ടോ കറക്കം കറക്കിയാൽ മതി. അപ്പം തന്നെ ആയിക്കിട്ടു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടോ, ഇതുപോലെ ഒന്നാക്കി കിട്ടിയാൽ മതി. എന്നിട്ട് അതവിടെ നിന്ന് മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുപ്പിലാണ് വെക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ചട്ടിയിൽ വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാല്ലേ. ഇവിടെ ചട്ടിയിൽ വെച്ചാൽ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലോണം ഒന്ന് ഇങ്ങോട്ട് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിൻ്റെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഉള്ളി വേണമെങ്കിൽ നമുക്ക് നടു കീറിയിട്ടും അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിത് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ മുളകില്ലേ, വറ്റൽ മുളകാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇങ്ങനെ ക്രഷ് ചെയ്യല്ലാതെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും രസമാണ് കേട്ടോ. കുറച്ച് നാളികേര കൊത്തൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഞാൻ നാളികേര കൊത്തൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. മുളക് പൊടി ഞാൻ വേറെ ഉപയോഗിക്കുന്നില്ല കേട്ടോ, കാരണം ഈ മുളകിൻ്റെ നല്ല എരിവാണ്. പിന്നെ ഞാനൊരു 1.5 കിലോ ചിക്കൻ ഉണ്ടായിരുന്നു, അത് അയക്കിട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒരു സ്പൂണ് അതും കൂടെ ഇതിക്ക് ചേർക്കുക കേട്ടോ. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ. അപ്പോഴത്തേനും ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇനിയും നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അതുവരയ്ക്കും നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കുക. ഞാനിതൊരു സൺഡേ ആണ് കേട്ടോ വീഡിയോ എടുത്തത്. അപ്പോൾ മക്കൾ കണ്ടോ ഓരോ പണിയിലാണ്. ഇതെന്താ കാട്ടണറിയോ, ഒരു ഗ്ലാസ്സിൽ പിന്നെ വെള്ളം വെച്ചിട്ട് ഫ്രിഡ്ജിൽ കട്ടാക്കിട്ടോ. എന്നിട്ട് ലച്ചുമോൾ അത് കത്തിയോണ്ട് അടിച്ച് പൊട്ടിക്കുക. ഐസ് ക്യൂബ് തെറിക്കണത് കാണാൻ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാണ്. കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും വികൃതിയായിട്ട് തന്നെ എല്ലാവർക്കും പണി. മഴയാണ്, നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ അന്ന്. പിന്നെ ഞാൻ 20-25 മിനിറ്റൊക്കെ ആയപ്പോൾ ഒന്നും കൂടെ തുറന്ന് നോക്കി. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റാനായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇളക്കി കൊടുത്തിരുന്നു, കാരണം വെള്ളം വറ്റിയിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. വിറകടുപ്പ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റിപ്പോകും. ഗ്യാസ് ആണെങ്കിൽ അങ്ങനെ തന്നെ അങ്ങോട്ട് ഉണ്ടാവില്ല, ചെറിയ തീയിലല്ലേ അങ്ങനെ കിടക്കണത്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ, വെന്ത് പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ കണ്ടോ, അത്രയേ ഉള്ളൂ വീഡിയോ. സൂപ്പർ ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളകും കൂടെ ആഡ് ചെയ്യാം. ഞാൻ കുരുമുളകൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് ഗീ റൈസും കൂടെ ഉണ്ടാക്കിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ സൺഡേയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ കുറച്ച് ഗീ റൈസും ഉള്ളി ചിക്കനും ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടും അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്